കാസർഗോഡ് ബിഎൽഒമാർക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നും ഉണ്ടായി അത്തരത്തിലൊരു ഭീഷണി. ഒരു വനിതാ BLO ആണ് ഇന്നൊരു BJP പ്രവർത്തകരിൽ നിന്ന് ഭീഷണി നേരിട്ടത്. തടഞ്ഞു നിർത്തി SIR വിവരങ്ങൾ ഫോണിലേക്ക് അയാൾ ചോർത്തിയെടുത്തു. കാസർഗോഡ് ഉപ്പളയിലായിരുന്നു സംഭവം. SIR വോട്ടർ പട്ടിക ഡാറ്റ കളക്ഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു BLO ആയ കണ്ണാടിപ്പാറ സ്വദേശിനിയായിട്ടുള്ള സുഭാഷിണി. അപ്പോഴാണ് ഈ BJP പ്രവർത്തകനായിട്ടുള്ള ഉപ്പള മണിമുണ്ട സ്വദേശി അമിത് ഭീഷണിയുമായി എത്തുന്നത്. വഴിയിൽ ഇയാൾ തടഞ്ഞു നിർത്തി, എന്നിട്ട് ഭീഷണിപ്പെടുത്തി. SIR ഡീറ്റെയിൽസിന്റെ ആപ്ലിക്കേഷൻ ഫോണിൽ തുറന്നു കാട്ടണമെന്ന് നിർബന്ധം പിടിച്ചു. ഫോണിൽ നിന്ന് വിവരങ്ങൾ അത് സ്വന്തം ഫോണിലേക്ക് പകർത്തുകയും ചെയ്തു. പിന്നീട് ഇയാൾ ഈ കിട്ടിയ വിവരങ്ങളെല്ലാം പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. അമിത് എന്നാണ് അയാളുടെ പേര്. ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണിയും ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ ഈ തടസ്സം വയ്ക്കലുമൊക്കെ. അങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു, ഭീഷണിപ്പെടുത്തി എന്നീ 2 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശമുണ്ടായിരുന്നു ഈ കേസെടുക്കുന്നതിന് പിന്നിൽ. അതേസമയം ഈ പരാതി വ്യാജമാണെന്നാണ് BJP ആരോപിക്കുന്നത്. പരാതിക്കാരിയായിട്ടുള്ള സുഭാഷിണി സജീവ LDF പ്രവർത്തകയാണെന്നും അതിലെ രാഷ്ട്രീയ വിരോധം കൊണ്ട് കെട്ടിച്ചമച്ചതാണ് ഈ പരാതിയെന്നും BJP ആരോപിക്കുന്നു. കേൾക്കാം. മഞ്ചേശ്വരം ഉപ്പളയില് BLAയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും അവരെ ഭീഷണിപ്പെടുത്തി വിവരങ്ങൾ ചോർത്തിയെടുത്തു എന്നുള്ള പരാതി വ്യാജമാണ്. BJPയുടെ സജീവ പ്രവർത്തകൻ അമിതിനെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഈ BLO പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു എന്ന് BJP നേരത്തെ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് രവിചന്ദ്ര മംഗൽപാടി പഞ്ചായത്തില് 7ാം വാർഡിൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇവർക്കെതിരായിട്ട് പരാതി കൊടുത്തതുകൊണ്ടും അതുപോലെ തന്നെ LDFനെതിരെ BJP മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കള്ളപ്പരാതി കൊടുത്തിട്ടുള്ളത്. ഈ BLAക്കെതിരെ നേരത്തെ തന്നെ അവരുടെ പക്ഷപാതം കാണിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ BJP ഉന്നയിച്ചതാണ്. അതിന് വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കള്ളക്കേസും അതുപോലെ തന്നെ ഈ അറസ്റ്റും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BLAയുടെ പക്ഷപാതപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഇയാളെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഇതിനകത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ BLOമാരുടെ പരാതി നേരത്തെ വന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടിരുന്നു. ഇനി ഇതാദ്യമായല്ല കാസർഗോഡ് ഈ സംഭവം നടക്കും. നേരത്തെ ദേലമ്പാടി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ അവിടെ അന്ന് BLO ആയിട്ടുള്ള അജിത്തിന് നേരെയായിരുന്നു കയ്യേറ്റ ശ്രമം. അസഭ്യം പറയലും ഉണ്ടാവുകയും ചെയ്തു. അന്ന് ഇത്തവണ BJPക്കാരായിരുന്നെങ്കിൽ അന്ന് CPMകാരായിരുന്നു പ്രതിസ്ഥാനത്ത്. ദേലമ്പാടി പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷനും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള ചാപ്പക്കലിലെ സുരേന്ദ്രനെതിരെയായിരുന്നു അന്ന് പരാതി ഉയർന്നത്. ആ ദൃശ്യങ്ങൾ കൂടി അന്നത്തെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ BLOമാർ നേരിടുന്നു എന്നുള്ളത് അത് ഒട്ടും പ്രോത്സാഹനീയമല്ല. കാരണം അവരുടെ പണി ചെയ്തല്ലേ മതിയാകൂ. BLOമാർക്കെതിരെ തുടർച്ചയായ അതിക്രമം ഉണ്ടാകുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചത്. എന്നാലും ഇത് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കും.